വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And please take your seats. By the Dream Big and co-produced by our Waterman Films. അപ്പോൾ നമ്മളെ എല്ലാവരും കാത്തിരുന്ന ആ രണ്ടുപേരും എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഉഷാറോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ നമ്മൾ ഈ ട്രെയിലർ ലോഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഇവന്റ് ആരംഭിക്കുമ്പോൾ നമ്മളുടെ മലയാളികൾക്കൊക്കെ തന്നെ അഭിമാനമായി മാറിയ ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ ലോകം മുഴുവൻ വളരെ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ്. ആൻഡ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെള്ളം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ നമ്മളുടെ ജയസൂര്യ ചേട്ടൻ അദ്ദേഹത്തിന്റെ എൻ്റെ ജീവിതം വരച്ച് കാട്ടി തന്നിട്ടുണ്ട്. നാട്ടിലും വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ലൂസ് ആയിട്ട് കളിച്ച് നടന്ന ഒരു വ്യക്തി ഒരു രക്ഷയില്ലാത്ത ഉയരങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ശ്രീ മുരളി കുന്നുപുരം. ആൻഡ് let us all welcome on this stage with much love, respect and admiration ശ്രീ മുരളി കുന്നുപുരത്ത്. ഏറ്റവും മറ്റൊരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ചിരിക്കാനുള്ള മൊമെന്റ്സ് നൽകിയ ഒരാളാണ് നമ്മുടെ ശ്രീപൻ. ഹലോ ശ്രീപൻ, ഒരുപാട് സന്തോഷം. നമ്മുടെ മോള് ഇവിടെ ബൈക്കൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു വന്ന് ഏറ്റവും ആദ്യം മാളികപ്പുറം ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് സ്റ്റേജിലേക്ക് വന്നു ചേർത്ത്. We are very excited and we would love to know what you would love to share. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ കഥ ജീവചരിത്രം പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സിനിമയായിട്ട് വരുമ്പോൾ വളരെയധികം പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ശ്രീ മധു അംഗങ്ങൾ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. സർ ഏറെ ബഹുമാനത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിൻ്റെ നാളെ
പറ്റുന്നില്ല. ഇവിടെ വരെ എത്തി. ഇനിയിപ്പോൾ സിനിമ റിലീസാവാൻ മുരളി സാറും എല്ലാവരും കാരണമാണ് എനിക്ക് കിട്ടിയത്. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഐ എം സോ ഹാപ്പി. ഇവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ്, ഹൗ എക്സൈറ്റഡ് ആർ യു? ആൻഡ് യു ലുക്കിംഗ് വെരി ഡാഷിംഗ്. നിങ്ങൾ 3 പേരും ഡെഫിനറ്റ്ലി. സീരിയസ്, വാട്ട് യു വാണ്ട് ടു സേ? താങ്ക് യു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സുമതി വളവൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമാവാൻ പറ്റിയത്. ഈ ഓപ്പർച്യൂണിറ്റി തന്ന അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും മുരളിച്ചേട്ടനോട് എനിക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കഥയാണ് സുമതി വളവൻ്റെ ഒരു കഥ. 10,000-കണക്കിന് തിരക്കഥകൾ എഴുതി കൊച്ചിയിലും കേരളത്തിലും അങ്ങോളം ഇങ്ങോളം കാത്തിരിക്കുന്ന സിനിമയാകാൻ വേണ്ടി സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട്. ഇവിടെയും ഞാനൊരു കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ ഒരു 10 തിരക്കഥകളെങ്കിലും എഴുതി ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഞങ്ങൾ പിന്നെയും വർക്ക് ചെയ്തിട്ട് ആനന്ദ് ശ്രീബാല എന്നൊരു പടത്തിൽ ആദ്യമായിട്ടുള്ള മൂവിയായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നെക്സ്റ്റ് ഒരു സെയിം ടീം. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി കണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന്. സുമന്റെ ഒരു സപ്പോർട്ട് കാരണമാണ് ഈ ഒരു ഫിലിം ബേസിക്കലി we could do it the best. And also to all the crew members, Vishnu and Abhilash and അവർക്കൊക്കെ ഞാൻ താങ്ക്സ് പറയണം. ഈ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ഞാൻ വന്ന കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ മുരളിജേൻ, അഭിലാഷ്, വിഷ്ണു, എൻ്റെ ഹലോ സുമതി വളവ് വളരെ നമുക്ക് പ്രിയപ്പെട്ട സിനിമയാണ്. ഒരുപാട് കാലമായി നമ്മളിപ്പോൾ ഈ കോൺസെർട്ട് മീറ്റും അങ്ങനത്തെ കുറേ ഈ സിനിമകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് നെഞ്ചിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ മലയാളികൾക്ക് എപ്പോഴും ഒരു യക്ഷിപ്രേതം അതിനകത്തൊരു ഒരു പ്രത്യേക ഒരു എഫെക്ഷൻ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു എഫെക്ഷൻ ഉണ്ട്. വെള്ളസാരി നമ്മളുടെ വീണ്ടും ഒരു ഹിറ്റ് മേക്കേഴ്സിന്റെ ഒരു ടീമിൽ നിന്ന് വരികയാണ്. പക്ഷേ ഏറ്റവും അധികം വളരെ കൗതുകമായിട്ട് മനസ്സിൽ വന്നിരുന്ന ഒരു കാര്യം, അതായത് സുമതി വളവ് അങ്ങ് ട്രിവാൻഡ്രത്താണ്. ഇവിടെ കൊച്ചിയിൽ നമ്മളുടെ ഇവിടെ ഇതുപോലെ ഹോണ്ടഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. വയനാട് പോയാൽ ലക്കിടി ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ താമരശ്ശേരി ചുരത്തിലും ഇതുപോലെ കഥകൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് സുമതി വളവ് എടുത്തുപോയി? എല്ലാവർക്കും നമസ്കാരം. ഈ സ്ഥലത്തൊരു ഡീറ്റെയിൽ പറയണേ. അടുത്ത 3 സിനിമയ്ക്കുള്ള കഥയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളൊരു പേരാണ് സുമതി വളവ്. പണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ വളവിനെ പറ്റിയും ആ വളവിൽ ഒളിഞ്ഞിരിക്കുന്ന യക്ഷിയെ പറ്റിയും ആ വളവ് വഴി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇഷ്ടവും. ഇനി എന്തൊക്കെ ചെയ്തു വെച്ചാൽ ഞാനത് മ്യൂസിക് ചെയ്ത് നന്നാക്കിക്കോളാം എന്ന് പറയുന്ന രഞ്ജിൻ രാജു. ഇതാ ഇവരോടും ബ്ലാക്ക് ഇടാൻ പറയാം. കേട്ടില്ല മാളിയപ്പുറം സുമതി വളവ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക്. ഓക്കെ, താങ്ക് യു. ഏറെ സ്നേഹത്തോടുകൂടി സുമതി വളവിലെ നമ്മളിപ്പോൾ സുമതി വളവിന്റെ ട്രെയിലർ കണ്ടപ്പോൾ വളരെ ഇൻട്രിഗിംഗ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ക്ലിപ്സ് ആണ് കിട്ടിയത്. അപ്പൊ എന്താണ് ഗോകുലിന്റെ ഈ സിനിമയിലെ കഥാപാത്രം തന്നെ നമുക്ക് ഭയങ്കര കൗതുകമുണ്ട്. ആൻഡ് യു ലുക്ക് ലൈക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും പണ്ടത്തെ സുരേഷന്റെ സിനിമകളിൽ കാണുന്ന ഒരു ഫ്രെയിം പോലെ എനിക്ക് തോന്നുന്നു. Now that I'm looking at you. So yes, what do you want to say? നമസ്കാരം കൊച്ചി. താങ്ക് യു. എനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ സ്ക്രീനിൽ കണ്ട ഇത്രയും ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ ഭയങ്കര ഒരു ഹോസ്റ്റലൊക്കെ ആയിട്ട് പല നിമിഷം സെറ്റിൽ. ഫസ്റ്റ് ഓഗസ്റ്റിന് സുമതി വളവ് റിലീസാണ്. ഒരു വീട്ടിലെ എല്ലാ കൂട്ടുകാരും കുഞ്ഞുങ്ങൾ തൊട്ട് മുത്തശ്ശിമാർ വരെയുള്ള ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ നമ്മുടെ ഹെയിൻസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ദിവസം അർജുനും കൂടെ വണ്ടിയിൽ കയറിയ ചേട്ടനായിരുന്നു. തിരിച്ചു വന്നിറങ്ങിയിട്ട് ഞാൻ എനിക്ക് ജന്മത്ത് ഒരു അത്യാവശ്യമുണ്ടെങ്കിൽ ഒരു മനുഷ്യരുടെ വണ്ടിയിൽ കയറില്ല. ഈ ഫോർട്ട് കൊച്ചി പിള്ളേരുടെ അതേ വൈബാണ് എന്നൊന്ന് പറയുന്നുണ്ട്. അതെന്ത് പരിപാടി വെച്ചാൽ സോറി തൊണ്ട പോയി കിടക്കണോ ഫോട്ടോ ചിപ്പിള്ളൊരു പൊളിയാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കേട്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ ഹലോ, വളരെ സന്തോഷം. നമസ്കാരം. ഓഗസ്റ്റ് 1-ാം തീയതി സുമതി വളവ് ഇറങ്ങാണ്. എല്ലാവരും പോയി പടം തിയേറ്ററിൽ തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കണം. എല്ലാവർക്കും തിരക്കേണ്ടതൊക്കെ അറിയാം. പക്ഷെ എന്നാലും പടം തിയേറ്ററിൽ കാണുന്നതിൻ്റെ സുഖം നിങ്ങൾ മൊബൈലിലോ ടി വിയിലോ വെച്ചാൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നു അത് കിട്ടില്ല. എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വസിക്കുന്നത്. അതൊരു ആഗ്രഹമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹലോ.
അച്ഛൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയാം, കാരണം സുമതി വളവ് 2000. അപ്പോൾ ഈ പടത്തിനെ പറ്റി എനിക്ക് എന്താണ് പറയുന്നത്, ഇവിടെ എല്ലാവരോടും ബിഗ് താങ്ക്സ്. ഓഗസ്റ്റ് 1 ഞങ്ങളെല്ലാവരും റിക്വസ്റ്റാണ് തിയേറ്ററിൽ പോയി പടം വാച്ച് ചെയ്യാം, കാരണം അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വളരെ ആഗ്രഹം കൊണ്ടാണ്. തലയാട്ടിക്കോ കണ്ടിട്ട് നീ എന്നെ മെസ്സേജ് കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ റാഫി എന്താ പറയുന്നത്? Even before I started working in Malayalam industry, from the time of Malikapuram, that time I didn't know personally any one of them. I simply posted. കഥാപാത്രങ്ങളെ ഭാവിയിൽ ചെയ്യാൻ കാലിബർ ഉള്ളവരാണ് അല്ലടാ. ആണെന്നാണ് വിശ്വാസം. അത് പിന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് അഭിചേട്ടൻ്റെ അടുത്ത് മെസ്സേജ് ഇടുക. അപ്പൊ അഭിചേട്ടൻ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇടുക, അപ്പൊ എനിക്ക് മനസ്സിലാവും. നിന്നെ ഒരു പടത്തിൽ സഹിച്ചത് നിങ്ങൾക്ക് അറിയാമേ. ശ്രീകുടി പറഞ്ഞു. ഞാൻ ഇഷ്ടമുള്ള ആളല്ല, പക്ഷേ എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നെ സംസാരിക്കുന്നത്. ഓഗസ്റ്റ് 1 നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഷോ തന്നെ തിയേറ്ററിലെത്തി ചിത്രം കാണണം. റിപ്പോർട്ട് ഓഗസ്റ്റ് 1 നിങ്ങളിലേക്ക് തരുവാണ്. ഇനി നിങ്ങളാണ് ഇത് തീരുമാനിക്കേണ്ടത്, ഈ സിനിമ വിജയിക്കണോ വേണ്ടയോ എന്നുള്ളത്. കാരണം 100% ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരു നല്ല സിനിമ തന്നെയാണ് കൊണ്ടുവരുന്നത്.